നെതർലൻഡ്സിലെ രാജാവിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വീൻ മാക്സിമയെക്കുറിച്ചും പറയേണ്ടത് അത്യാവശ്യമാണ്. ക്വീൻ മാക്സിമ അർജൻറ്റീനക്കാരിയാണ്. അവർ അമേരിക്കയിലൊരു മ്യൂസിക് കൺസേർട്ടിൽ വെച്ചാണ് മീറ്റ് ചെയ്തത്, ഒരു പോപ്പ് മ്യൂസിക് കൺസേർട്ടിൽ. അന്ന് ക്വീൻ മാക്സിമ ഒരു ഇൻ്റർനാഷണൽ ബാങ്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവരൊരു ഹൈലി ക്വാളിഫൈഡ് ഫിനാൻസ് പ്രൊഫഷണലാണ്. അപ്പോൾ ഇവർ ആക്സിഡൻ്റലായി ഇങ്ങനെ ഒരു പോപ്പ് മ്യൂസിക് കൺസേർട്ടിൻ്റെ ഇടയിൽ വെച്ച് മീറ്റ് ചെയ്തപ്പോൾ ഒരു രാജാവാണ് അല്ലെങ്കിൽ ഒരു രാജകുമാരനാണെന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. അവർ വെറും ഫ്രണ്ട്സായിട്ട് ഒരു ഓർഡിനറി പേഴ്സൺ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മീറ്റ് ചെയ്ത് അവരുമായി സ്നേഹത്തിലായി. അടുത്ത് കഴിഞ്ഞ കല്യാണം വരെ എത്തിയപ്പോഴാണ് അവരറിയുന്നത് നെതർലൻഡ്സിലെ രാജകുമാരനാണ്, അടുത്ത രാജാവാണ് എന്നൊക്കെ. ഇന്നും അവരവരുടെ ആ പ്രൊഫഷണൽ ഇൻട്രസ്റ്റും റോൾസും നിലനിർത്തുന്നു. അവർ ഇന്ത്യ പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറലിൻ്റെ മൈക്രോ ഫിനാൻസിന് വേണ്ടിയുള്ള ഒരു അംബാസിഡറായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ മൈക്രോ ഫിനാൻസ് പ്രോഗ്രാംസിനെ കുറിച്ചെല്ലാം അവർക്ക് വലിയ ബഹുമാനമാണ്. അവർ കാത്തലിക്കാണ്. കിങ് വില്യം അലക്സാണ്ടർ പ്രൊട്ടസ്റ്റൻ്റാണ്. നെതർലൻഡ്സ് ട്രഡീഷണലി ഒരു പ്രൊട്ടസ്റ്റൻ്റ് രാജ്യമാണ്. എന്നാലും അവിടുത്തെ കൺസർവേറ്റീവ്സും പിന്തിരിപ്പന്മാർക്കും അത്ര സന്തോഷമൊന്നും ഇല്ലെങ്കിലും ഇവർ കല്യാണം കഴിക്കുകയും അവർക്ക് കുട്ടികളുണ്ടാകുകയും ഇന്ന് നെതർലൻഡ്സിൻ്റെ ഐക്യത്തിൻ്റെയും നെതർലൻഡ്സ് സമൂഹത്തിൻ്റെ ശക്തിയുടെയും എല്ലാം വലിയൊരു പ്രതീകമാണ് അവിടുത്തെ രാജാവും രാജ്ഞിയും. പക്ഷേ നെതർലൻഡ്സിലെ മറ്റ് രാഷ്ട്രീയക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നെതർലൻഡ്സിലെ സാധാരണക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലേറെ സാധാരണക്കാരാണ്. രാജാവും രാജ്ഞിയും തന്നെ വളരെ കോമണേഴ്സിനെ പോലെയാണ് പെരുമാറുന്നത്. എന്നാൽ പ്രധാനമന്ത്രി റോഡിൽ കൂടെ പുസ്തക ഷോപ്പിൽ പോകുന്നതൊക്കെ കാണാം. ഒരിക്കൽ ഞാൻ ഷോപ്പിങ്ങിനായിട്ട് അവരുടെ മെയിൻ സ്ട്രീറ്റിൽ പോയപ്പോൾ പ്രൈം മിനിസ്റ്റർ മാർക്ക് റുത്തെ എൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്നു. അപ്പോൾ ഞാൻ ഉടനെ ചെന്ന് പറഞ്ഞു, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഹൗ ആർ യു എന്ന് പറഞ്ഞ് ഞാൻ സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നെ ഓൾറെഡി പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റിൻ്റെ സമയത്ത് പല പ്രാവശ്യം കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാനൊരു ബുക്ക് ഷോപ്പിലേക്ക് നടന്നു പോവുകയാണ്, എങ്ങനെയുണ്ടെന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് വേറൊരു പുസ്തകം കൂടി എഴുതിയിരുന്നു, വാട്ട് വി ക്യാൻ ലേൺ ഫ്രം ദ ഡച്ച് റീബിൽഡിംഗ് കേരള പോസ്റ്റ് 2018 ഫ്ലഡ്സ്. ആ പുസ്തകം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തത് പഠിക്കാം നമുക്ക് ഡച്ച് പാഠങ്ങൾ, പ്രളയം, പ്രതിരോധം, പുനർനിർമ്മാണം എന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു പുസ്തകം എഴുതി അത് ഇംഗ്ലീഷിൽ റിലീസ് ചെയ്തിട്ടുണ്ട് എന്ന് ഡച്ച് പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു, എനിക്ക് അത് കാണാൻ വലിയ സന്തോഷമുണ്ട്, ഞാനും ഒരു പുസ്തകപ്രിയനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സമയം തന്നാൽ ഞാൻ വന്ന് കാണാം എന്ന്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ടു, പുസ്തകം കൊടുത്തു. അപ്പോൾ പുസ്തകം കൊടുത്ത് ഫോട്ടോ എടുക്കുമ്പോൾ അദ്ദേഹം തന്നെ എന്നോട് പറയുക, ഇതിനൊക്കെ ഒരു ടെക്നീക്കുണ്ട്, നമുക്കിങ്ങനെ പുസ്തകം തുറന്ന് പിടിക്കാം, അപ്പോൾ ബാക്ക് സൈഡ് ഫോട്ടോയിൽ നന്നായിട്ട് വരും, കവറും വരും, ബാക്ക് ഫ്ലാപ്പും വരും. എന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന ബുക്ക് ഡിസ്കസ് ചെയ്യുന്ന പോലെ നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ആ സമയത്ത് അവർ ഫോട്ടോ എടുത്തു തരും എന്നുള്ളത്. അപ്പോൾ എങ്ങനെ ഫോട്ടോ എടുക്കണം എന്നുള്ളത് പോലും പുള്ളി പറഞ്ഞു തരാൻ തയ്യാറായിട്ടുള്ള ഒരു രസികനായിരുന്നു. പ്രൈം മിനിസ്റ്റർ മാർക്ക് റുത്തയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പ്രൈം മിനിസ്റ്റർ മോദിയുടെ സന്ദർശന വേളയിലാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട മിനിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്റർ മോദിയോടൊപ്പം ശ്രീ ജയശങ്കറും മറ്റ് പ്രധാനപ്പെട്ട ഇന്ത്യൻ അധികാരികളും ഉണ്ടായിരുന്നു. വളരെ നല്ല ഡിസ്കഷൻസ് നടത്തി. അന്ന് പ്രൈം മിനിസ്റ്റർ റുത്ത എന്നോട് പറഞ്ഞു, അംബാസിഡർ, you seem to know everyone here. How long have you been here? Is it 2 years, 3 years? നിങ്ങൾ വന്നിട്ട് എത്ര കാലമായി? നിങ്ങൾക്കിവിടെ എല്ലാവരെയും അറിയാമല്ലോ. 2 വർഷമായോ 3 വർഷമായോ? ഞാൻ പറഞ്ഞു, ഇല്ല, 2 ആഴ്ച ആയതേ ഉള്ളൂ, ഞാനിപ്പോൾ വന്നതേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വല്ലാതെ അതിശയിച്ചു. എന്നാൽ അതിനുശേഷം ഞാൻ നെതർലൻഡ്സിൽ നിന്നും വിരമിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം ബാംഗ്ലൂർ സന്ദർശിച്ചു. അപ്പോഴും ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അന്നും അദ്ദേഹം എന്നെ ഇങ്ങനെ കൊണ്ടു നടന്ന അദ്ദേഹത്തെ ഡെലിഗേഷൻ്റെ മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും, ഹീ ഈസ് അവർ ഫോമർ അംബാസിഡർ ടു നെതർലൻഡ്സ്, ഹി ഹാസ് ഡൺ എ ലോട്ട് ഓഫ് വർക്ക് ഫോർ ഇന്ത്യ നെതർലൻഡ്സ് റിലേഷൻസ് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. ആ ഘട്ടത്തിൽ പ്രൈം മിനിസ്റ്റർ മോദിയുടെ
നെതർലൻഡ്സ് വിസിറ്റ് ഒരു ചരിത്രപ്രധാനമായിരുന്ന ഒരു വിസിറ്റായിരുന്നു അത്. ഏകദേശം ഇന്ദിരാഗാന്ധി നെതർലൻഡ്സ് സന്ദർശിച്ച ശേഷം വേറെ ഒരു പ്രൈം മിനിസ്റ്ററും ഒരു ബയലാറ്ററൽ വിസിറ്റിൽ വന്നിട്ടില്ലായിരുന്നു. അതായിരുന്നു അതിൻ്റെ പ്രാധാന്യം. നെതർലൻഡ്സിൽ നിന്നും ഇന്ത്യക്ക് ഒരുപാട് നേടാൻ സാധിക്കും, ഒരുപാട് പഠിക്കാൻ സാധിക്കും. UK കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വംശജർ ജീവിക്കുന്ന രാജ്യമാണ് നെതർലൻഡ്സ്. അതുകൊണ്ട് യൂറോപ്പിലും നമുക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. നെതർലൻഡ്സിലെ ഫിലിപ്സ്, യൂണിലിവർ ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഇന്ത്യയിൽ നിക്ഷേപിക്കുകയും ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിട്ടുള്ള കമ്പനീസാണ്. ഇന്ന് നമ്മളവരെ ഇന്ത്യൻ കമ്പനീസായിട്ട് കാണുന്നു, എന്നാൽ അവരുടെ ഒറിജിൻ നെതർലൻഡ്സിലാണ്. കുട്ടനാടിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുകയും ആദ്യമായി കുട്ടനാടിന് വേണ്ടി പല നിർദ്ദേശങ്ങൾ നൽകിയ ഒരു രാജ്യമാണ് നെതർലൻഡ്സ്. ഇന്നും വെള്ളത്തിൻ്റെ മേഖലയിൽ നമ്മളോടൊപ്പം സഹകരിച്ച് ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുണ്ട് രാജ്യമാണ്. ഞാൻ നെതർലൻഡ്സ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റിനെ കുറിച്ച് ഒരു കഥ പറയട്ടെ. പ്രൈം മിനിസ്റ്റർ മോദി അവിടെ വന്ന് അന്ന് വൈകുന്നേരം ഒരു സ്റ്റേഡിയം നിറയെ ആൾക്കാരെ അഡ്രസ്സ് ചെയ്ത് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ റൂമിൽ ചെന്ന് ഞാൻ ബ്രീഫ് ചെയ്തു. എന്നോട് അദ്ദേഹം കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ എന്തിനെക്കുറിച്ച് സംസാരിക്കണം, ഏത് വിഷയം ഇന്ന് വൈകുന്നേരത്തെ ആ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു സ്റ്റേഡിയം ഇവൻറ്റിൽ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി മാത്രമല്ല നെതർലൻഡ്സിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ടാകും. ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് നെതർലൻഡ്സിൽ ഇന്ത്യയെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിച്ചാൽ, അവരുടെ മനസ്സിലെ ആ സ്റ്റീരിയോടൈപ്സ് മാറ്റാൻ സാധിച്ചാൽ വളരെ നന്നായിരിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അന്ന് വൈകുന്നേരം അതിമനോഹരമായൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ച. അദ്ദേഹത്തിൻ്റെ പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് മുഴുവൻ തെളിയിച്ചതും ഈ ചെറിയൊരു ഐഡിയ കൊടുത്തപ്പോൾ ആ ഐഡിയ എങ്ങനെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു എന്നുള്ളതും വളരെ അതിശയകരമായിരുന്നു. അദ്ദേഹം ഈ സ്ത്രീകളുടെ വിഷയത്തെക്കുറിച്ച് പറയണം, ഇന്ത്യയിൽ സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ച് പറയണം എന്നുള്ളൊരു ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പ്രസംഗത്തിൽ വളരെ ദീർഘമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ ഈ സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത് മറ്റേത് രാജ്യത്തെക്കാൾ കൂടുതലാണ്. ഇതിനെതിരെ ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു. പലരും പറഞ്ഞു സ്ത്രീകൾ ഇക്കോണമിയിൽ നിന്നും മാറി നിൽക്കുകയാണ്, അവർ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തിരിച്ച് ജോലിയിലേക്ക് വരാം, അപ്പോൾ ഇക്കോണമിക്കുള്ളൊരു നഷ്ടം നമ്മൾ അലോ ചെയ്യരുത്, അവർ മാറ്റർണിറ്റി ലീവ് ഒരുപാട് കൊടുക്കരുത്. പക്ഷേ എന്നിട്ടും പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞത് അവർക്ക് ആ മെറ്റർണിറ്റി ലീവ് കൊടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടെന്നാൽ അവർ ആ സമയം ചെലവാക്കുന്നത് അവരുടെ കൂടെയാണ്. ആ കുട്ടികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാവിയിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. മറ്റൊരു രാജ്യത്തിലും ഇല്ലാത്ത വിധം എക്സ്റ്റെൻസീവായിട്ടുള്ള മെറ്റേണിറ്റി ലീവ് ഇന്ത്യയിലുണ്ട്. അത് ഇന്ത്യയിലെ സ്ത്രീകൾക്കും അവരുടെ കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു പ്രത്യേക പരിഗണനയാണെന്ന് അദ്ദേഹം അന്ന് അവിടെ പ്രസംഗിക്കുകയും അതിന് വലിയ കയ്യടികളോടുകൂടി ആ ഓഡിയൻസ് സ്വീകരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നെതർലൻഡ്സ് സൈക്കിളുകളുടെ രാജ്യമാണ്. ഇവിടെ ചെന്നാലും നമുക്ക് സൈക്കിൾ കാണാം. സൈക്കിൾ പാർക്ക് ചെയ്യാൻ വേണ്ടി വലിയ ഗരാജസ് ഉള്ള രാജ്യമാണ്. അതിമനോഹരമായ സൈക്ലിംഗ് പാത്സ് എല്ലാ റോഡുകളുടെയും സൈഡിലുണ്ട്. ഹൈവേയുടെ എല്ലാം അടിയിലൂടെ ടണൽസിലൂടെ പോകാനുള്ള വഴികളുണ്ട്. വളരെ അതിമനോഹരമായ ട്യൂലിപ്പ് ഫീൽഡ്സും ഫ്ലവർ ഫീൽഡ്സും അഗ്രികൾച്ചറൽ ഫീൽഡ്സിനും ഇടയിലൂടെ സൈക്കിൾ ചെയ്യാനായിട്ടുള്ള ട്രാക്സ് ഉണ്ട്. അപ്പോൾ സൈക്കിൾസ് പോകാത്ത സ്ഥലങ്ങളില്ല. സൈക്ലിംഗ് ആണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റി നെതർലൻഡ്സിലും ആംസ്റ്റർഡാമിലും ഗാന്ധി കിങ് മണ്ടേല വി ആർ ദ ചേഞ്ച് എന്ന് പറഞ്ഞ് ഒരു വലിയൊരു എക്സിബിഷൻ നടക്കുകയുണ്ടായി. ആ സമയത്ത് അവർ സബർമതി ആശ്രമത്തിനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങൾക്ക് മഹാത്മാഗാന്ധിയുടെ ജീവിതം സംബന്ധമായ എന്തെങ്കിലും ഒരു ഐറ്റം തരണം, ഒരു എക്സിബിറ്റ് തരണം. അവർ ചോദിച്ചത് മഹാത്മാഗാന്ധി ഉപയോഗിച്ച ഒരു ചർക്കയാണ്.
അപ്പോൾ സബർമതി ആശ്രമിലെ അധികൃതർ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു എക്സിബിഷന് ആ ചർക്ക അയച്ചു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ അവർക്കൊരു ബ്രെയിൻ വേവ് കൂടെ ഉണ്ടായി. അവർ പറഞ്ഞു, സൈക്കിളുകളുടെ രാജ്യമല്ലേ നെതർലൻഡ്സ്, നമുക്ക് മഹാത്മാഗാന്ധി ഉപയോഗിച്ച ഒരു സൈക്കിളുണ്ട്, ആ സൈക്കിൾ കൂടി നമുക്ക് അയച്ചു കൊടുക്കാം നെതർലൻഡ്സിലേക്കെന്ന്. അങ്ങനെ ഞാൻ നെതർലൻഡ്സിലെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി ഉപയോഗിച്ച ഒരു സൈക്കിൾ നെതർലൻഡ്സിൽ വന്ന് ലാൻഡ് ചെയ്തു. അത് നമ്മൾ അൺപാക്ക് ചെയ്ത് മ്യൂസിയംകാർക്ക്, ഈ എക്സിബിഷൻകാർക്ക് കൊടുത്തു. അവരത് എക്സിബിഷനിൽ പ്രദർശനത്തിന് വെച്ചു. അതിനുശേഷം ഞാൻ ഗാന്ധി ജയന്തിയും ഗാന്ധി മാർച്ചുമെല്ലാം ആഘോഷിച്ചപ്പോൾ അവിടുത്തെ ഒരു ഏറ്റവും മെയിൻ അട്രാക്ഷൻ ഈ സൈക്കിളായിരുന്നു. ആ സൈക്കിളിന് അടുത്ത് വന്ന് നിന്ന് എല്ലാ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരും ഫോട്ടോ എടുക്കുന്നതിൽ അതിയായ സന്തോഷം കാണിച്ചു. അതിനോടൊപ്പം പാടുപെട്ട് ഒരു ആക്ച്വൽ ഫോട്ടോഗ്രാഫും ഞങ്ങൾ സോഴ്സ് ചെയ്തു. മഹാത്മാഗാന്ധി സൈക്കിളിൻ്റെ മുകളിലിരുന്ന് സൈക്കിൾ ചവിട്ടുന്നു. ആരും കണ്ടു കാണില്ല, ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല മഹാത്മാഗാന്ധിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയും എന്നുള്ളത്. പക്ഷേ മഹാത്മാഗാന്ധി സൈക്കിൾ ചവിട്ടുന്ന ഒരു ഫോട്ടോ കിട്ടി. ഈ പീസ് മാർച്ച് നടത്തിയപ്പോൾ ആ ഫോട്ടോ എല്ലാവരുടെയും ടീഷർട്ടിൽ പ്രിൻ്റ് ചെയ്ത് ആൾക്കാരെ കൊണ്ട് ആ ടീഷർട്ട് മേടിപ്പിച്ചുകൊണ്ട് ആണ് പീസ് മാർച്ചിൽ പങ്കെടുത്തത്. അങ്ങനെ മഹാത്മാഗാന്ധിയുടെ സൈക്കിൾ എനിക്ക് ഇന്ത്യയെ പ്രചരിപ്പിക്കാനും മഹാത്മാഗാന്ധിയെ പ്രചരിപ്പിക്കാനും നോൺ വയലൻസിനെ കുറിച്ച് സംസാരിക്കാനും എല്ലാം വലിയൊരു സഹായമായി. ഞാൻ അവസരം കിട്ടുമ്പോഴെല്ലാം സൈക്കിൾ ചവിട്ടുമായിരുന്നു. ഏറ്റവും അവസാനം ഹേഗിലെ മേയർ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഗുഡ് ബൈ പറയാനായിട്ട് ഞാൻ എൻ്റെ കാലാവധി കഴിയുവാണ്, ഞാൻ തിരിച്ചു പോവുകയാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വലിയൊരു ഡിന്നർ നടത്തണമെന്നുണ്ട്, ഒരു വലിയൊരു ഫെയർവെൽ നടത്തണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഡിന്നറൊന്നും വേണ്ട ഫെയർവെല്ലായിട്ട്, വൈ ഡോണ്ട് വി ഹാവ് എ സൈക്ലിംഗ് ഫെയർവെൽ ഓഫ് ഹേഗ് സിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് വലിയ സന്തോഷമായി. പുള്ളിയും സൈക്കിൾ ഓട്ടുന്ന ആളാണ്. ഞാൻ നെതർലൻഡ്സിനോട് ഗുഡ് ബൈ പറയുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഹേഗ് മേയറിൻ്റെ ഓഫീസിന് കീഴെ മീറ്റ് ചെയ്യുകയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയും എൻ്റെ 1-2 എംബസിയിലെ ഓഫീസേഴ്സും ഞങ്ങളെല്ലാവരും കൂടെ സൈക്കിൾ ചവിട്ടി മേയറിൻ്റെ ഓഫീസിൽ നിന്നും തുടങ്ങി ഹേഗ് സിറ്റിയിലെ എല്ലാ പ്രധാനപ്പെട്ട സ്പോട്ട്സിലും പോയി ഫോട്ടോസ് എല്ലാം എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെ നെതർലൻഡ്സിനോടും ഹേഗിനോടും ഒരു സൈക്ലിംഗ് ഫെയർവെല്ലോടെയാണ് ഞാൻ ഗുഡ് ബൈ പറഞ്ഞത്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നെതർലൻഡ്സിൽ ഞാൻ അംബാസഡർ ആയിരുന്നപ്പോൾ എൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്വം ഹേഗിലെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനുമായിരുന്നു. ഇന്ത്യയെ സംബന്ധമായ പല കേസുകളിലും ഈ 2 സ്ഥാപനങ്ങളിലും ഉണ്ടായിരുന്നു. അതിലേക്കെല്ലാം ഇന്ത്യയുടെ വാദങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ലീഗൽ ടീംസിൻ്റെ ഭാഗം ഞാനുമായിരുന്നു. പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ ഏറ്റവും അറിയപ്പെടുന്ന കേസ് ഇറ്റാലിയൻ മെറീൻസ് കേസ് എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ കടൽ തീരത്ത് ഇറ്റാലിയൻ മെറീൻസ് ഇറ്റാലിയൻ കപ്പലിൽ നിന്നും വെടിവെച്ച് കൊന്ന മത്സ്യത്തൊഴിലാളികളെക്കുറിച്ചുള്ള ഒരു കേസായിരുന്നു. അത് അവസാനം ഞാനും കൂടെ പങ്കെടുത്ത ഒരു കേസ്, ആ ഒരു വാദത്തിൽ നിന്നുമാണ് ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ നൽകി അത് ഇരുവശങ്ങളും സ്വീകരിച്ചത്. പക്ഷെ അതിനേക്കാൾ പ്രസിദ്ധമായ കേസായിരുന്നു ജാദവ് കേസ്. അതായത് ഇന്ത്യൻ പൗരനായ കുൽഭൂഷൺ ജാദവിനെ പാകിസ്ഥാൻ ഏജൻസ് ഇറാനിൽ നിന്നും തട്ടിക്കൊണ്ട് പാകിസ്ഥാനിൽ കൊണ്ടുവന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് ഒരു ഇന്ത്യൻ സ്പൈ ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ചാർജ് ഉണ്ടാക്കി. എന്നിട്ട് പത്രത്തിലും എല്ലാം ഞങ്ങളൊരു ഇന്ത്യൻ സ്പൈയെ പിടിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ജയിലിലാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു കേസാണ്. അതുവരെ ഇന്ത്യ ICJയിലേക്ക് ഒരു കേസും കൊണ്ടുപോയിട്ടില്ല. സാധാരണ മറ്റ് രാജ്യങ്ങൾ ഫയൽ ചെയ്ത കേസസിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്നാൽ ഇതാണ് ആദ്യമായിട്ട് വിയന കൺവെൻഷൻ്റെ കീഴിൽ ഇന്ത്യക്ക് ലഭിക്കേണ്ട ആ ഒരു ആക്സസ് കുൽഭൂഷൺ ജാദവിനോട് ലഭിച്ചിട്ടില്ല. മാത്രമല്ല കുൽഭൂഷൺ ജാദവിന്
ലഭിക്കേണ്ട ഒരു ഇന്ത്യൻ എംബസിയെയും ഇന്ത്യൻ കൺസുലേറ്റിനെയും കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാണ് ഇന്ത്യ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ സമീപിച്ചത്. അന്ന് ഇന്ത്യക്ക് വേണ്ടി വാദിക്കാനായി ഹരീഷ് സാൽവെയാണ് പ്രസിദ്ധ വക്കീല് ഇന്ത്യക്ക് വേണ്ടി വന്നിരുന്നത്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്നുള്ള മറ്റു ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ പല ദിവസം അത് സ്ട്രാറ്റജീസ് എല്ലാം പ്ലാൻ ചെയ്ത് പല ഇൻഫോർമൽ കൺസൾട്ടേഷൻസ് ഇൻ്റർനാഷണൽ കോർട്ട് ജസ്റ്റിസുമായി അവിടെയുള്ള ഓഫീസേഴ്സുമായി എല്ലാം നടത്തി എന്നിട്ടാണ് ആ കേസ് അവതരിപ്പിച്ചത്. ഇന്നും ഓർമ്മയിൽ തട്ടി നിൽക്കുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് ഞങ്ങൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഫ്രണ്ട് ബെഞ്ചിലിരുന്നപ്പോൾ പാകിസ്ഥാൻ കൈകാര്യം ചെയ്യുന്ന ജോയിൻറ്റ് സെക്രട്ടറി ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ അറ്റോർണി ജനറലാണ് അവരുടെ ഡെലിഗേഷൻ നയിച്ചത്. ഒരു സാധാരണ മാന്യത എന്ന നിലയ്ക്ക് അവരുടെ ലീഗൽ ടീം നമ്മുടെ ലീഗൽ ടീമിനെ വന്ന് ഗ്രീറ്റ് ചെയ്യും. അപ്പോൾ അദ്ദേഹം ഇപ്പുറത്തെ സൈഡിലേക്ക്, ഞങ്ങളിരിക്കുന്ന സൈഡിലേക്ക് വന്നിട്ട് ഹലോ എന്ന് പറഞ്ഞ് ഈ പാകിസ്ഥാൻ ജോയിൻറ്റ് സെക്രട്ടറിയോട് കൈനീട്ടി. ഈ പാകിസ്ഥാൻ ജോയിൻറ്റ് സെക്രട്ടറി ആണെങ്കിൽ ഉടനെ അന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ വളരെ മോശമായിരിക്കുന്ന ഒരു സമയമാണ്. ഉടനെ കൈ കുലുക്കാതെ നമസ്തേ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഉടനെ ഞാനും ചാടി എണീറ്റ് നമസ്തേ എന്ന് പറഞ്ഞു. ഹരീഷ് സാൽവെ കൈ കൊടുത്തു. എന്തായാലും പത്രക്കാരെല്ലാവരും കൂടി ഈ നമസ്തയെ വലിയ വാർത്തയാക്കി മാറ്റി. ഇന്ത്യൻ ഡെലിഗേഷൻ റെഫ്യൂസസ് ടു ഷേക്ക് ഹാൻഡ്സ് വിത്ത് ദ പാകിസ്ഥാനി ഡെലിഗേഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നമസ്തയും പറഞ്ഞ് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു ഫ്രണ്ട് പേജ്. ആ വാർത്തയ്ക്ക് അന്ന് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് മീഡിയ ആ കേസ് കവർ ചെയ്യാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വാദങ്ങൾ 4-5 ദിവസം നടന്നു. അതിനുശേഷം അവസാനം ജഡ്ജ്മെൻറ്റിന് സമയമായപ്പോൾ വീണ്ടും ഹരീഷ് സാൽവെയും ടീമും വന്നു, പത്രക്കാരും എല്ലാവരും എത്തി. വളരെ സന്തോഷകരമെന്ന് പറയട്ടെ, ഇന്ത്യക്ക് ആ കേസ് വലിയൊരു വിജയമായിരുന്നു. ഇന്ത്യയുടെ നിലപാടാണ് ശരി എന്ന് ICJ റൂൾ ചെയ്യുകയും പാകിസ്ഥാൻ തെറ്റാണ്, പാകിസ്ഥാൻ്റെ നടപടികൾ തിരുത്തണം, കുൽഭൂഷൺ ജാദവിന് ഒരു ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ നൽകണമെന്ന് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓർഡർ ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇന്ത്യയുടെ ഒരു ഇൻ്റർനാഷണൽ കോർട്ടിലെ വലിയൊരു വിക്ടറിയുടെ ഭാഗമാകാൻ കൂടി എനിക്ക് സാധിച്ചു. 2020 നവംബർ 12-നാണ് ഞാൻ 60 വയസ്സ് തികഞ്ഞത്. ഗവൺമെൻറ്റിൻ്റെ റൂൾസ് പ്രകാരം നവംബർ അവസാനത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിലെ സർവീസിൽ നിന്നും, ഇന്ത്യൻ ഫോറിൻ സർവീസിൽ നിന്നും ഔദ്യോഗികമായി ഞാൻ വിരമിച്ചു. എന്നിട്ട് ഡിസംബർ 1 നെതർലൻഡ്സിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിച്ച് യാത്രയായി. ചരിത്രം എന്നിലൂടെ എന്ന ഈ പ്രോഗ്രാമിൽ ഞാൻ ഇതുവരെ വിവരിച്ചത് ഈ 60 വർഷത്തെ ജീവിതത്തെക്കുറിച്ചാണ്. എൻ്റെ കുട്ടിക്കാലത്ത് നിന്ന് തുടങ്ങി ഈ നയതന്ത്ര ജീവിതം അവസാനിക്കുന്നത് വരെ. അതിൽ കഥകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പറയാത്ത കഥകൾ എത്രയോ കൂടുതലിരിക്കുന്നു. കഥാപാത്രങ്ങൾ എത്രയോ അധികം നമുക്ക് കൊണ്ടുവരാവുന്നതാണ് ആ ജീവിതകഥയിൽ. ഭാവിയിൽ ഇനിയും അവസരങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം 2021 ഓഗസ്റ്റിൽ ഡൽഹിക്ക് അടുത്തുള്ള സോണിപ്പത്തിലെ OP ജിൻഡൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ഓഫ് ഡിപ്ലോമാറ്റിക് പ്രാക്ടീസായി സേവനം തുടങ്ങി. അവിടെ ഞാനിപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസും ഇൻ്റർനാഷണൽ ലോയും പഠിപ്പിക്കുന്നു. അതിനോടൊപ്പം 2021 സെപ്റ്റംബർ മുതൽ 2023 വരെ 2 വർഷം കേരള ഗവൺമെൻറ്റിൻ്റെ ഡൽഹി കേരള ഹൗസിൽ നിന്നും വർക്ക് ചെയ്യുന്ന ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എക്സ്റ്റേണൽ കോഓപ്പറേഷൻ എന്ന ഒരു പുതിയതായി സൃഷ്ടിച്ച പൊസിഷനിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അത് ചീഫ് സെക്രട്ടറി റാങ്കുള്ള പൊസിഷനായിരുന്നു. പ്രധാനമായും കേരള ഗവൺമെൻറ്റിനെ അവരുടെ വിദേശ ബന്ധങ്ങളിലും വിദേശത്ത് നിന്ന് വാണിജ്യ രംഗത്തായിരുന്നാലും സാംസ്കാരിക രംഗത്തായിരുന്നാലും നിക്ഷേപങ്ങളായിരുന്നാലും മറ്റ് ഔദ്യോഗിക കോണ്ടാക്ട്സ് എല്ലാം ആയിരുന്നാലും എങ്ങനെ വിദേശ സഹായം കേരളത്തിന് എത്തിക്കാൻ സാധിക്കും, വിദേശ രാജ്യങ്ങളുമായി കേരളത്തിന് എങ്ങനെ സഹകരിക്കും എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ ഉത്തരവാദിത്വം. ഇന്ന്
ഞാൻ ഡൽഹിക്കും കൊച്ചിയിലുമായിട്ട് ജീവിക്കുന്നു. ഞാൻ എല്ലാ മാസവും കുറേ ദിവസം ഡൽഹിയിലും കുറേ ദിവസം കൊച്ചിയിലുമായി ജീവിതം അനുഷ്ഠിക്കുന്നു. അതുകൂടാതെ മറ്റ് പല ആക്ടിവിറ്റീസിലും ഇൻവോൾവാണ്. ഡൽഹിയിൽ ഞാനൊരു സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റേറിയൻ ഡയലോഗ് എന്ന ഇൻ്റർനാഷണൽ NGOയുടെ അഡ്വൈസറാണ്. അതുപോലെ VFS ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ അഡ്വൈസറാണ്. കേരളത്തിൽ രാജഗിരി ബിസിനസ് സ്കൂളും രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ്, വൈദ്യരത്നം ഗ്രൂപ്പ് എന്നിങ്ങനെയുള്ള ഗ്രൂപ്പ്സിൻ്റെയൊക്കെ ഒരു അഡ്വൈസറാണ്. ഇനിയും ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ചെയ്യാനായി ശ്രമിക്കുന്നു. തുടർന്നും നിങ്ങളോടൊത്ത് സംവദിക്കാൻ അവസരമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ച് സഫാരി TV യോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.